അങ്ങനെയിരിക്കെ ഒരു നാൾ ഡാൻ ഇനോസാന്റോയുമായുള്ള ചർച്ചയ്ക്കിടെ ബ്രൂസിലി ഒരാശയം അവതരിപ്പിച്ചു. ശക്തമായ ഏറ്റുമുട്ടലിൽ ഏറ്റവും സമർത്ഥമായ പ്രത്യാക്രമണം സ്റ്റോപ്പ് ഹിറ്റാണ്. അതായത് പ്രതിയോഗിയെ ആക്രമിക്കുമ്പോൾ ശക്തമായ തള്ളൽ കൊണ്ട് അയാളുടെ ചലനത്തെ തടയുക. ഊർജത്തിന്റെ മിതവ്രയത്തിലൂടെ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഫലപ്രാപ്തിയുള്ള പ്രത്യാക്രമണമാണത്. ഈ ആശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബ്രൂസിന്റെ പരിശീലനവും മറ്റും മുന്നേറിയിരുന്നത്. ആശയപൂർത്തീകരണത്തിനായി താൻ സ്വീകരിച്ച പരമ്പരാഗത ആയോധന ശൈലിയുടെ ന്യൂനതകൾ നികത്താനും പല അടവുകളുടെയും പ്രയോഗക്ഷമത വർദ്ധിപ്പിക്കാനും ബ്രൂസിലി ശ്രമിച്ചു. പാരമ്പര്യത്തെ ആത്മാർത്ഥമായി തന്നെ അംഗീകരിക്കുമ്പോഴും മറ്റു പല കലകളിലെയും പരിശീലന രീതികളും മറ്റും കടം കൊള്ളാൻ ബ്രൂസിലി തയ്യാറായി. സ്വന്തമായൊരു ആയോധന ശൈലി രൂപപ്പെടുത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടൊന്നുമായിരുന്നില്ല അത്. തന്റെ ആശയത്തിലൂന്നിയ പോരാട്ട രീതിക്ക് ബ്രൂസിലി ഒരു പേരും നിർദ്ദേശിച്ചു: ദി സ്റ്റോപ്പ് ഹിറ്റിംഗ് ഫിസ്റ്റ് സ്റ്റൈൽ അഥവാ ഇന്റർസെപ്റ്റിംഗ് ഫിസ്റ്റ് സ്റ്റൈൽ. എന്നാൽ ഇനോസാന്റോയ്ക്ക് അറിയേണ്ടിയിരുന്നത് അതിന്റെ ചൈനീസ് ഭാഷാന്തരമായിരുന്നു. ഉടൻ തന്നെ ബ്രൂസിലിയുടെ മറുപടി എത്തി: ജീറ്റ് കുണ്ടോ. ആ പദസമുച്ചയം ബ്രൂസിലി ആവർത്തിച്ചു പറഞ്ഞു, ഉള്ളിലെ ആവേശ തിരയിളക്കം പ്രതിധ്വനിക്കുന്ന ഒരു മന്ത്രം പോലെ.